ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ രാജിവെച്ചു. ബി.ജെ.പി സഖ്യം തകർന്നതിനെ തുടർന്നാണ് മനോഹർ ലാൽ ഖട്ടർ രാജിവെച്ചത്. ഉച്ചകഴിഞ്ഞ് വീണ്ടും മനോഹർ ലാൽ ഖട്ടർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കൂടാതെ ഹരിയാനയിലെ എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ബി.ജെ.പി ഒറ്റയ്ക്ക് മത്സരിക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ബി.ജെ.പി വേർപിരിയൽ ഹരിയാനയിൽ തുടർന്നുണ്ടായ രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെയാണിപ്പോൾ? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഹരിയാനയിൽ ബി.ജെ.പി സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഹരിയാനയിലെ 10 മണ്ഡലങ്ങളും ബി.ജെ.പി ഒറ്റയ്ക്ക് വിജയിച്ച ഒരു സംസ്ഥാനമാണ്. അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബി.ജെ.പി ഒറ്റയ്ക്ക് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതായിരുന്നു ലക്ഷ്യം. അതിൽ ജനനായക് ജനതാ പാർട്ടിക്ക് അതൃപ്തിയുണ്ടായി. കാരണം അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള സംഘടനാശേഷി ഇല്ല എന്നതാണ് ബി.ജെ.പിയുടെ കണ്ടെത്തൽ. ബി.ജെ.പിയുടെ ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനത്തിലെല്ലാം ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ജനനായക് ജനതാ പാർട്ടി ഇപ്പോൾ ബി.ജെ.പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നത്. അതിനാൽ അല്പസമയം മുമ്പ് ഹരിയാനയിൽ രാജ്ഭവനിൽ മനോഹർ ലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഉച്ചതിരിഞ്ഞ് വീണ്ടും ബി.ജെ.പി സർക്കാർ തന്നെ ഹരിയാനയിൽ അധികാരമേൽക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. കാരണം ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് അവിടെ കേവല ഭൂരിപക്ഷം ഇല്ല എങ്കിൽ പോലും 7 സ്വതന്ത്രരുടെ പിന്തുണയും അതോടൊപ്പം തന്നെ ഹരിയാന ലോക്ഹിത് പാർട്ടി എന്ന ഒരു പ്രാദേശിക കക്ഷിയുടെ ഒരു MLA പിന്തുണയുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് അവിടെ 48 MLA മുൻനിർത്തിക്കൊണ്ട് വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. എന്തായാലും ഹരിയാനയിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 മണ്ഡലങ്ങളിലും ബി.ജെ.പി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നു. അവിടെ സഖ്യകക്ഷികൾ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ സഖ്യം ഉപേക്ഷിക്കുവാൻ കാരണമായിട്ടുള്ളത്. പക്ഷേ ജനനായക് ജനതാ പാർട്ടി ബി.ജെ.പി ബന്ധം ഉപേക്ഷിച്ചത് കൊണ്ട് അവിടെ ബി.ജെ.പി സർക്കാർ താഴെ പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ മനോഹർ ലാൽ ഖട്ടർ രാജിവെച്ചിട്ടുണ്ടെങ്കിലും ഉച്ചതിരിഞ്ഞ് ഈ 7 സ്വതന്ത്രരുടെയും ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ഹരിയാന ലോക്ഹിത് പാർട്ടിയുടെ ഒരു MLA പിന്തുണയോടുകൂടി ഉച്ച കഴിഞ്ഞ് വീണ്ടും ഹരിയാനയിൽ ബി.ജെ.പി സർക്കാർ അധികാരമേൽക്കും. ലക്ഷ്മി.